ഇത് ഭൂമിയിലെല്ലാവരും പ്രസിദ്ധമായി വരട്ടെ. സിയോൻ നിവാസികളെ, ഇസ്രായേലിന്റെ പരിശുദ്ധൻ നിങ്ങളുടെ മധ്യേ വലിയവനായിരിക്കാൻ ബാധിക്കുമോ? സമയം 6 മണിയായിരുന്നു. ശമര്യയിൽ നിന്ന് ഒരു സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. യേശു അവളോട്
കുടിപ്പാൻ വെള്ളം തരിക എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാകട്ടെ ഭക്ഷണ സാധനം വാങ്ങുവാനായി പട്ടണത്തിലേക്ക് പോയിരിക്കുകയുമായിരുന്നു. ആ ശമറിയക്കാരിയായ സ്ത്രീ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങ് യഹൂദനായിരിക്കെ ശമറിയക്കാരിയായിരിക്കുന്ന എന്നോട് വെള്ളം ചോദിക്കുന്നത് എന്താണെന്ന്? യഹൂദന്മാർക്ക് ശമറിയക്കാരോട് സമ്പർക്കമില്ലല്ലോ. യേശു തമ്പുരാൻ അവളോട്, ദൈവത്തിന്റെ ദാനവും എനിക്ക് കുടിപ്പാൻ വെള്ളം തരിക എന്ന് ചോദിച്ചവൻ ആരാണെന്നുള്ളതും അറിഞ്ഞിരുന്നുവെങ്കിൽ നീ തന്നെ അദ്ദേഹത്തോട് ചോദിക്കുകയും അദ്ദേഹം നിനക്ക് ജീവജലം നൽകുകയും ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു. ആ സ്ത്രീ യേശു തമ്പുരാനോട്, പ്രഭോ, അങ്ങയുടെ പക്കൽ കോരുവാനുള്ള പാത്രമില്ലല്ലോ, കിണർ ആഴമുള്ളതാകുന്നു, പിന്നെ ജീവജലം അങ്ങേക്ക് എവിടെ നിന്ന് കിട്ടും? ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ അങ്ങ് വലിയവനല്ലോ. അദ്ദേഹമാകുന്നു ഈ കിണർ ഞങ്ങൾക്ക് തന്നത്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ മക്കളും അദ്ദേഹത്തിന്റെ ആടുമാടുകളും ഇതിൽ നിന്നാണ് വെള്ളം കുടിച്ചതെന്ന് പറഞ്ഞു. യേശു തമ്പുരാൻ അവളോട്, ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹം ഉണ്ടാകും. എന്നാൽ ഞാൻ കൊടുക്കുന്ന വെള്ളമാകട്ടെ കുടിക്കുന്ന യാതൊരുവരും പിന്നെ ഒരിക്കലും ദാഹം ഉണ്ടാകുകയില്ല. എന്നാൽ കൊടുക്കപ്പെടുന്ന ജലം അവനിൽ നിത്യജീവനെ ഉൽപ്പാദിപ്പിക്കുന്ന നീരുറവയുമായി തീരുമെന്ന് പറഞ്ഞു. ആ സ്ത്രീ അദ്ദേഹത്തോട്, പ്രഭോ, എനിക്ക് ഇനി ദാഹിക്കാതെ ഇവിടെ നിന്ന് എനിക്ക് വെള്ളം കോരുവാൻ ഇടയാകാതെ വരുവാനായിട്ട് ആ വെള്ളം എനിക്ക് തരണമേ എന്ന് പറഞ്ഞു. യേശു തമ്പുരാൻ അവളോട്, നീ പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞു. അവൾ അദ്ദേഹത്തോട്, എനിക്ക് ഭർത്താവില്ല എന്ന് പറഞ്ഞു. യേശു തമ്പുരാൻ അവളോട്, എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരി. എന്തെന്നാൽ 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നിനക്കുള്ളവൻ നിന്റെ ഭർത്താവല്ല. ഇത് സത്യമാണ് നീ പറഞ്ഞത് എന്ന് പറഞ്ഞു. ആ സ്ത്രീ അദ്ദേഹത്തോട്, പ്രഭു, അങ്ങ് ഒരു ദീർഘദർശിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിലാണ് ദൈവ ആരാധന നടത്തിയിരിക്കുന്നത്. ആരാധന ചെയ്യേണ്ട സ്ഥലം യെരൂശലേമിലാണെന്ന് നിങ്ങളും പറയുന്നു എന്ന് പറഞ്ഞു. യേശു തമ്പുരാൻ അവളോട് ഇപ്രകാരം പറഞ്ഞു, സ്ത്രീയെ, എന്നെ വിശ്വസിക്കുക. പിതാവിനെ ആരാധിക്കേണ്ടത് ഈ മലയിലുമല്ല യെരൂശലേമിലുമല്ല എന്ന് പറയുന്ന ഒരു സമയത്തിലും നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, എന്നാൽ ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുകയും ചെയ്യുന്നു എന്ന് നാം കൽപ്പിച്ചവൾ ചെയ്തു. പാർക്കുമോ, നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ. നാമെല്ലാവരും ഉത്സാഹപൂർവ്വം ഒന്നായിരുന്നുകൊണ്ട് ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ ചൊല്ലണം. ദൈവത്തിന്റെ മനീയഗ്രഹങ്ങളാൽ പുലർത്തെ പ്രഭാഷിക്കുകയും അതിലെ വിശേഷത്തിൽ വിശാചരണത്തെ മുക്കിക്കൊന്നെന്ന് ഞങ്ങളുടെ പാവങ്ങളെ മാറ്റുകയും ചെയ്യുന്നവരാമേശ്വരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. രുചികരമാക്കി തീർത്തവനും വെള്ളം നിന്നെ സ്വീകരിച്ചതിനാൽ വെള്ളത്തിന്റെ പ്രകൃതിയെ പരിപൂർണമായി അനുഗ്രഹിച്ചവനും കുറവുകളുടെ സൃഷ്ടാത്മാവെ ശുദ്ധീകരിക്കുന്നവനുമായ ദൈവമേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദുഷ്ടാചലത്തെ ദിശാതിർദിശമാത്രം ഹിതകരമാക്കി തീർത്തവനും ഇപ്പോൾ അവിടുത്തെ ആചാരത്താൽ തന്നിൽ നിന്നുള്ള സ്വസ്ഥതയും വെടിപ്പും ഞങ്ങളുടെ ആത്മാക്കൾക്ക് സദാ നൽകിക്കൊണ്ടിരിക്കുന്നതുമായുള്ളവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സർവ്വലോകത്തിന്റെ നിരപ്പിനും സമാധാനത്തിനും വേണ്ടിയും പുണ്യാന്മാരും ബഹുമാന്യരും ഭാഗ്യവാന്മാരും ഞങ്ങളുടെ പിതാക്കന്മാരും പാത്രീർഗീസ്മാരുമായ ഇഗ്നാത്യസിനും മൊറാൻമാർ ബസേലിയസിനും മാർ ഗ്രിഗോറിയസിനു വേണ്ടിയും ഞങ്ങളുടെ വേൽപ്പെട്ടക്കാരനായ മാർ ദിവന്യാസത്തിനു വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും അവരുടെ
മാതാവായ മറിയാമിന്റെയും പരിശുദ്ധന്മാരുടെയും വിശ്വാസികളായ മരിച്ചുപോയവരുടെയും ഓർമ്മയ്ക്ക് വേണ്ടിയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവിടുത്തെ ഞങ്ങളുടെ ആത്മാക്കളെ ശോഭിക്കുകയും അവിടുത്തോടുള്ള വ്യക്തിയിലും ലഭിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന പരസ്പര സ്നേഹത്തിലും ഞങ്ങളുടെ ഹൃദയങ്ങളെ ഉറപ്പിക്കുകയും ഞങ്ങളുടെ വംശത്തോടുള്ള അവിടുത്തെ നൽവരങ്ങൾക്കും സഹായങ്ങൾക്കും ഞങ്ങളെ അർഹരായി തീർക്കുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളെ ചെവിക്കൊണ്ട് ഉത്തരമരുളി ദയവ് തോന്നി ഞങ്ങൾ കർമ്മം ചെയ്യണമേ. നാം 3 പ്രാവശ്യം കുറിയലായിസോ എന്ന് നീ ചെല്ലണം.
ഇതിനെ ആശ്വാസകരവും സകല പാപമാലിന്യങ്ങളുടെയും നിർമ്മലീകരണവും ആത്മശരീരങ്ങൾക്ക് വൈദ്യവുമാക്കി തീർക്കുമാറാകണമേ. ഈ വെള്ളത്തെ രോഗികളെ സ്വസ്ഥമാക്കുന്നതും വന്ധ്യത്വത്തെ പരിഹരിക്കുന്നതും ഭവനങ്ങളെ സംരക്ഷിക്കുന്നതും പിശാച, കുരള, അസൂയ, കൊലപാതകം, വിദ്വേഷം, വൈരാഗ്യബുദ്ധി, ക്ഷുദ്രം, ആഭിചാരമായ പ്രയോഗം, വിഗ്രഹാരാധനായ എന്നിവയും സകലവിധമായ പൈശാചിക പ്രവർത്തനങ്ങളെയും നിഷ്കാസനം ചെയ്യുവാൻ കഴിവുള്ളതും വായുമണ്ഡലത്തിലെ അപകടങ്ങളെ നീക്കിക്കളയുന്നതിനും എല്ലാ നാശകരമായ അവസ്ഥാന്തരങ്ങളെയും ബഹിഷ്കരിക്കുന്നതും വിത്തുകളെ വളർത്തുന്നതും മുളകളെ സംരക്ഷിക്കുന്നതും ഫലങ്ങളെ പാകമുള്ളതാക്കുന്നതുമാക്കി തീർക്കുമാറാകണമേ. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും ഇത് ജീവദായകവും രക്ഷാകരവുമായി ഭവിക്കുമാറാകണമേ. നീ നന്മകളും സകല പൂർണ്ണ നൽവനങ്ങളും നൽകുന്നവരും ഞങ്ങളുടെ വർഗത്തിന് നാഥനും ഞങ്ങളുടെ സൃഷ്ടിയുടെ സഹായവുമാകുന്നുവല്ലോ. നിനക്ക് നിന്റെ പിതാവിന് നിന്റെ വിശുദ്ധ റൂഹായ്ക്കും ഇപ്പോഴും എപ്പോഴും നീക്ക് ഞങ്ങൾ സ്തുതി കരേറ്റുന്നു. ഓ ശോഭകുല ബലഹീനനും പാപിയുമാകുന്ന ദാസനാകുന്ന ഇപ്രകാരം കീർത്തനമായി ചൊല്ലുന്നു.
ഗീതങ്ങളുമായ കാര്യങ്ങൾ പ്രവർത്തിച്ചവരുമായ ദൈവത്വക്കരാലെ കൈപ്പുരസമുള്ള ജലത്തെ സ്ത്രീപാമരത്തിന്റെ ദൃഷ്ടാന്തത്താൽ മോശമുഖാന്തരം നീ രുചികരമാക്കി തീർത്ത് ദാഹിച്ചിരുന്ന നിന്റെ ഇസ്രായേൽ നീ കുടിപ്പിച്ചു. ദുഷിച്ചതും ഗുണരഹിതവും വിനാശകരവുമായ വെള്ളത്തെ ഏലീശ ദീർഘദർശി മുഖാന്തരം മെഴുകുകയിൽ വെച്ച് പദാർത്ഥമായ ഉപ്പുജലം മൂലം നീ ഹിതകരമാക്കി തീർത്തു. സ്വർഗീയ ഉപാപകരാലെ നിന്റെ ദിവ്യമായ രഹസ്യത്തെ മുൻകൂട്ടി സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾ വർദ്ധിച്ച് പെരുകി ഭൂമിയിൽ നിറയുമെന്നുള്ള നൽവനം നിന്റെ ജനത്തിന് നീ നൽകി. സകലത്തെയും സൃഷ്ടിച്ച് സന്നദ്ധമാക്കുന്നവൻ എന്ന നിലയിൽ ഗലീലായിലെ കുത്തിരിയിൽ വെച്ച മലിനമായ നിന്റെ ജ്ഞാനത്താൽ വെള്ളത്തിന്റെ സ്വഭാവത്തെ നീ നല്ല വീഞ്ഞായിട്ട് രൂപാന്തരപ്പെടുത്തി. യോഹന്നാൻ സ്നാപകരിൽ നിന്നുള്ള നിന്റെ മാമോദീസ മൂലം യോർദാനിലെ ഒഴുക്കിനെ നീ നിന്റെ വിശുദ്ധമാക്കി തീർത്തു. കർത്താവേ, ഇപ്പോൾ സ്വർഗീയവും ആത്മീയവുമായ ഉപ്പിന്റെ നികരവും അദൃശ്യമായ നിന്റെ ശക്തിയും ഔന്നന്യമായ നിന്റെ മനുഷ്യപ്രീതിയും നിന്റെ പരിശുദ്ധാത്മാവിന്റെ ആവാസം മൂലം ഞങ്ങളുടെ മുമ്പാകെ വച്ചിരിക്കുന്ന ഈ വെള്ളത്തെ അവിടുന്ന് ആശീർവദിച്ച് അനുഗ്രഹിക്കുമാറാകണമേ. ഇതിൽ നിന്ന് പ്രാപിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന സകലർക്കും ശരീരാത്മദേഹികളുടെ സ്വസ്ഥതയ്ക്കും വൈദ്യത്തിനും ഇത് പര്യാപ്തമായ തീരുമാനമുള്ള കൃപയും ശക്തിയും വിഷ്ണുരൂഹായുടെ ആചാര്യ പരിവ്യാപാരവും ദൈവമായ കർത്താവേ, നിനക്കും വാഴ്ത്തപ്പെട്ടവരും ഭാഗ്യവാനുമായ നിന്റെ പിതാവിനും നിന്റെ വിശുദ്ധ റൂഹായ്ക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും ബഹുമാനവും യോഗ്യമാകുന്നു. ഓശോ അബ്കുല സുബ്ഹാൻ ലവൽ വെള്ളത്തിന്റെ സൃഷ്ടാവ് സകലത്തിന്റെ നിർമ്മിതാവ് സകലത്തെ സൃഷ്ടിക്കുകയും വ്യത്യാസപ്പെടുത്തുകയും ചെയ്തവരുമായ ദൈവമായ കർത്താവേ, നിന്റെ വിശുദ്ധമായ ശക്തിയാൽ ഈ വെള്ളത്തെ അനുഗ്രഹിച്ച സകല പൈശാചിക വ്യാപാരങ്ങൾക്കും എതിരായുള്ള കൃപയും ശക്തിയും ഇതിന് നൽകണമേ. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ, പാനം മൂലമോ തെളിവ് മൂലമോ മറ്റേതെങ്കിലും വിധത്തിലോ ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും നിന്റെയും വാഴ്ത്തപ്പെട്ടവനും ഭാഗ്യവാനും ഞങ്ങളുടെ രക്ഷയ്ക്കായി നിന്നെ അയച്ചവനുമായ നിന്റെ പിതാവിന്റെയും സകലത്തിലും വിശുദ്ധനും ഉത്തമനും വന്ധ്യനും ജീവൻ നൽകുന്നവനും സാരാംശത്തിനോട് നയിക്കുന്നവനുമായ നിന്റെ വിശുദ്ധ റൂഹായോടുകൂടി കൃപയാൽ ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയും നിന്നിൽ നിന്നുള്ള ധാരാളമായ കരുണയും ദുഷ്ടതകളിൽ നിന്നുള്ള അകൽച്ചയ്ക്കും ജീവരക്ഷയും സമാധാനവും ഞങ്ങൾക്ക് നൽകുമാറാകണമേ. ഓ ശോഭകുല സുബാൻ ലവൽ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. സത്യവിശ്വാസത്തോടുകൂടി ഭംഗിയായിരുന്നുകൊണ്ട് ഈ ബഹുമാനപ്പെട്ട ആചാരങ്ങളാൽ ആചാര്യപ്പെടുന്ന ഈ വെള്ളത്തിൽ തിരിച്ചുറപ്പിച്ചതിനു വേണ്ടി സർവലോകനായ ദൈവത്തിൽ സമാധാനമായും ശാന്തമായും പ്രാർത്ഥനയും യാതനയും സങ്കല്പിക്കണം. സമാധാനവും വാഴുവാൻ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും എന്റെ വാത്സല്യ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ.
ഭൂമിയെ വെള്ളത്തിന്മേൽ സ്ഥാപിച്ചു, സമുദ്രത്തിന് മണൽ കൊണ്ട് അതിർ വരച്ചു. ശ്വസിക്കുവാൻ കഴിയാത്ത നിലയിൽ വായുമണ്ഡലത്തെ വ്യാപിപ്പിച്ചു. നീയോ സംക്ഷേപിക്കപ്പെടുവാൻ പാടില്ലാത്തവരും അനാദിയും വ്യാഖ്യാനാതീതവുമായ ദൈവമായി സ്ഥിതി ചെയ്തുകൊണ്ട് ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ട ദാർശവേഷം സ്വീകരിക്കുകയും മനുഷ്യരൂപം പ്രാപിക്കുകയും ചെയ്തു. കർത്താവേ, മനുഷ്യവർഗം ആകർസായ ഉപദ്രവിക്കപ്പെടുന്നത് കാണുവാൻ നിന്റെ മഹാദേവനിമത്ത് നൽകാൻ സകല ശക്തിയിലാകിയാൽ നീ വന്ന് ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്തു. നിന്റെ കൃപയെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, നിന്റെ കരുണയെ ഞങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ഞങ്ങളുടെ അടുക്കലുള്ള നിന്റെ നല്ല പ്രവർത്തനങ്ങളെ ഞങ്ങൾ മറച്ചു വെക്കുന്നില്ല. നിന്റെ ജനത്താൽ സ്വാഭാവികമായ ജനനത്തെ നീ അനുഗ്രഹിക്കുകയും കന്യാവ്രതമുള്ള ഗർഭപാത്രത്തെ ശുദ്ധീകരിക്കുകയും ചെയ്തു. നീ പ്രത്യക്ഷനായപ്പോൾ സകല സൃഷ്ടികളും നിന്നെ സ്തുതിച്ചു. എന്താ ഞങ്ങളുടെ ദൈവമേ, നീ ഭൂമിയിൽ കാണപ്പെട്ട് മനുഷ്യരോട് സഹവാസം ചെയ്തു. സ്വർഗത്തിൽ നിന്ന് നിന്റെ വിശുദ്ധാത്മാവിനെ ആകർഷിച്ചു വരുത്തി. യോർദാൻ പ്രവാഹത്തെ നീ ശുദ്ധീകരിക്കുകയും അവിടെ മറഞ്ഞു കിടന്ന മഹാസർപ്പത്തിന്റെ തലയെ മർദ്ദിക്കുകയും ചെയ്തു. മനുഷ്യവത്സരനായ കർത്താവേ, ഇപ്പോൾ നീ വന്ന വിശുദ്ധ റൂഹായുടെ ആവാസത്താൽ ഈ വെള്ളത്തെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. യോർദാന് ലഭിച്ച കൃപ ഇതിന് നൽകുമാറാകണമേ. ഇതിനെ അനുഗ്രഹങ്ങളുടെ ഓർമ്മയും വിശുദ്ധിയുടെ ദാനവും